DGPയായ MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം അംഗീകരിച്ച മന്ത്രിസഭാ യോഗം. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശയാണ് അംഗീകരിച്ചത്. ജൂലൈ 1-ന് ഒഴിവ് വരുമ്പോൾ DGPയാകും. അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ല എന്നുകൂടി ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വന നിയമ ഭേദഗതി മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ വനം മന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടി ഇന്ന് മന്ത്രിസഭാ യോഗത്തിനിടയിൽ ഉണ്ടായിരിക്കുകയാണ്. ടിൻഡു ദാസ് വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, രണ്ട് വാർത്തകൾ, അതിന്റെ വിശദാംശങ്ങൾ. അനു, MR അജിത് കുമാറിനെ DGP സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം പിരിഞ്ഞത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് MR അജിത് കുമാറിന്റെ DGP സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നൽകാനായിട്ട് ശുപാർശ നൽകിയിട്ടുള്ളത്. ഈ ശുപാർശയാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. ചീഫ് സെക്രട്ടറി, DGP, അതോടൊപ്പം തന്നെ ആഭ്യന്തര സെക്രട്ടറി തുടങ്ങിയവർ ചേരുന്നതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി. സ്ക്രീനിംഗ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിലുമാണ് MR അജിത് കുമാർ ഈ ജൂണിൽ വരുന്ന ഒഴിവുകളിലേക്ക് DGP ആയിട്ട് നിയമനമാകുന്നത്. 1994 ബാച്ച് മനോജ് എബ്രഹാമിന് ശേഷമുള്ള അർഹതാ പട്ടികയിൽ വരുന്നതാണ് 1995 ബാച്ച് MR അജിത് കുമാർ. അപ്പോൾ അജിത് കുമാറിനെ അർഹതാ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ സ്ഥാനക്കയറ്റം നൽകിയിട്ടുള്ളതെന്നാണ് നേരത്തെ തന്നെ മന്ത്രി തന്നെ നിയമപരമായി തന്നെ പ്രതികരിച്ചത്. മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകിയത്. അതിൽ ചട്ടവിരുദ്ധമായിട്ടൊന്നും കാണുന്നില്ല എന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം MR അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിജിലൻസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥനും കൂടിയാണ് MR അജിത് കുമാർ. അത്തരത്തിൽ ഈ സ്ഥാനക്കയറ്റത്തിന് തടസ്സമാകുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഥാനക്കയറ്റത്തിന് എതിരാകുന്ന രീതിയിലുള്ള അന്വേഷണങ്ങളൊന്നും നടക്കുന്നില്ല എന്നും സ്ക്രീനിംഗ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ IPS ഉദ്യോഗസ്ഥരുടെ പദവിയിലൊക്കെ ഇരിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലൊക്കെ കേസുകൾ നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവിധ കേസുകൾ കൂടി പരാമർശിച്ചുകൊണ്ടായിരുന്നു ശുപാർശ നൽകിയിട്ടുള്ളത്. ഈ MR അജിത് കുമാറിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത ഒരു മുന്നണിക്കുള്ളിൽ നിലപാട് CPI എടുത്തിട്ടുണ്ടായിരുന്നു. MR അജിത് കുമാറിനെ സ്ഥാനത്ത് തുടരുന്നതിലും അതോടൊപ്പം തന്നെ സർക്കാർ MR അജിത് കുമാറിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഒക്കെ ശക്തമായിട്ടുള്ള നിലപാട് CPIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. CPI മുഖപത്രം ഉൾപ്പെടെ ഈ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് എഡിറ്റോറിയലൊക്കെ എഴുതിയതാണ്. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് മുന്നണിയിൽ എങ്ങനെ ചർച്ചയാകുമെന്നൊരു കാര്യം ആശങ്ക നിൽക്കുന്നുണ്ട്. അതൊരു രാഷ്ട്രീയമായിട്ടുള്ള വശമാണ്. പക്ഷേ അതിൽ ഒക്കെ വിപരീതമായിട്ട് ഇത്തരത്തിലുള്ള നിയമസാധ്യത MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റവുമായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. നിലവിൽ ചട്ടവിരുദ്ധമായിട്ടോ മാനദണ്ഡങ്ങൾക്ക് പുറത്തു നിന്നോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മന്ത്രിസഭാ യോഗത്തിന്റെ വിശദീകരണം. അത്തരത്തിൽ വിശദീകരണം നൽകാനുള്ള എല്ലാ അജണ്ടകളും തയ്യാറാക്കിക്കൊണ്ടാണ് MR അജിത് കുമാറിനെ DGP സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. മന്ത്രിസഭാ യോഗത്തിൽ വന്ന മറ്റൊരു തീരുമാനം, അല്ലെങ്കിൽ മറ്റൊരു പരാമർശം എന്ന് പറയുന്നത് വനം ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ സംസ്ഥാനത്ത് വനം നിയമ ഭേദഗതി വരുത്തുന്നതിൽ ഈ വനമേഖലയിൽ താമസിക്കുന്നവർക്കൊക്കെ ആശങ്കയുണ്ട്. അത് മാധ്യമങ്ങളോട് വിശദീകരിക്കാനാണ് മുഖ്യമന്ത്രി വനമന്ത്രി കൂടിയായിട്ടുള്ള AK ശശീന്ദ്രനോട് അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയങ്ങൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടത്, അതിന്റെ എല്ലാ വശങ്ങളും ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ അടിയന്തരമായി തന്നെ മാധ്യമങ്ങളോട് അറിയിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 29% വനമേഖലകളെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള വന നിയമ ഭേദഗതിയാണ് സംസ്ഥാനത്ത് നിലവിൽ വരുന്നത്. ആശങ്ക ഇതിനോടകം തന്നെ പടർന്നിട്ടുണ്ട്. വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ വനമേഖലയുടെ വിസ്തൃതി കൂടുന്നത് അത് മറ്റൊരു തരത്തിൽ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നൊരു ആശങ്ക നിലവിലുണ്ട്. ഈ ആശങ്കകളൊക്കെ പരിഹരിക്കാനായിട്ടാണ് ഇത്തരത്തിൽ ഈ വനം നിയമ ഭേദഗതിയെ പറ്റിയിട്ടുള്ള വിശദീകരണം നടത്താനായിട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്.